പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അത്തരം ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാമേ. ഇതാ കണ്ടോ, എന്താണെന്നറിയോ? അറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ്. ഇതാ കണ്ടോ, എന്ത് രസമാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതിനകത്തൊക്കെ ഒരുപാട് ഈച്ചകൾ, ചെറുതേനീച്ചയാണെന്ന് തോന്നുന്നു. കണ്ടോ, അവർ പൂമ്പൊടി ശേഖരിക്കുക. എന്ത് രസമാണ്. ഭൂമിയിലെ മനോഹരമായ ചില കാഴ്ചകളിൽ ഒന്നായിട്ട് ഞാനങ്ങ് സ്ഥാനം കൊടുക്കുക. ഭയങ്കര രസമല്ലേ. ഇനി ഇതിൻ്റെ വിവിധ രൂപങ്ങൾ കാണിച്ചു തരാം. അതായത് കണ്ടോ, ഇതാണ് അതിൻ്റെ പൂ പൊഴിഞ്ഞു പോയിട്ട് വന്ന കായ. വേറെ ഒരു കാര്യം കാണിച്ചു തരാം. ദാ കണ്ടോ, പഴുത്ത് നിൽക്കുന്ന കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇനി വേറെ ഒരു കാഴ്ച, വലിയൊരു ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ പൂവാണിത്, കരിഞ്ഞു നിൽക്കുന്നതാണ്. ഈ പൂ നമ്മൾ അങ്ങനെ അടത്തി കളയാൻ പാടില്ല, തന്നെത്താൻ അടന്നു പൊക്കോളും. ഇത് എന്താ പറയുക, പഴുത്ത് കഴിയുമ്പോഴേ തന്നെത്താൻ പോകുന്ന. ഇത് കണ്ടോ, ഇത് അടന്നു പോയതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു ഞായറാഴ്ച ഇതിനെ കട്ട് ചെയ്യും. ഇത് മുകളിൽ നിൽക്കുന്ന വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഒരു 5-8 കായുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മൾ നട്ട് നനച്ച് കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തുന്ന ചെടികളായാലും ഫലവൃക്ഷങ്ങളായാലും എന്തുമായാലും അതിൽ കായ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് കണ്ടോ, ഇതെൻ്റെ വേറൊരു ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാണ് ആദ്യം നട്ടത്. ഇത് ഞാൻ കിണറിൻ്റെ കമ്പിയിൽ കയറ്റി വിട്ടിരിക്കുക. കിണർ നമ്മൾ വെള്ളം കോരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ കമ്പിയല്ലോ, അതുകൊണ്ട് അതെല്ലാം കൂടെ കാട് പോലെ പടന്ന് ഇതായിരിക്കുക. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, ഭയങ്കര മുള്ളാണ് ഇതിൽ. വളർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കട്ട് ചെയ്ത് കളയാനും തോന്നത്തില്ല. കണ്ടോ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നത് മതിലയിലാണേ. മതിലയിൽ ഞാനൊരു ടയറൊക്കെ ഇട്ടിട്ടുണ്ട്, അതിനകത്തൂടെയാണ്. കണ്ട. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്തിരിയാണ്. മുന്തിരി വർഷങ്ങൾ കൊണ്ടുണ്ട് നമ്മുടെ വീട്ടിൽ. നിങ്ങൾ വിചാരിക്കും ഇവർ ഈ വീടിന് ചുറ്റും മുന്തിരിയും അതും ഇതുമൊക്കെ നിർത്തിയേക്കുക, വല്ല ഇഴജന്തുക്കൾ കയറില്ലേ എന്ന് അല്ലേ. എനിക്കും ആ പേടി ഇല്ലാതില്ല, പക്ഷേ നമുക്ക് ആ ഭയം ഉള്ളതുകൊണ്ട്, കാരണം നമ്മളിപ്പോൾ എപ്പോഴും ന്യൂസും അതും ഇതൊക്കെ കാണുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാം ഈ പെയിൻ്റൊക്കെ ചെയ്യാൻ വന്നവരെയും കൊണ്ട് സെക്യൂറാക്കി വെച്ച്. മേളിൽ നമ്മൾ സീലിംഗ് ചെയ്ത സമയത്ത് അവിടെ എല്ലാം അടച്ചിട്ടുണ്ട്. പിന്നെ പരമാവധി ഡോറുകളൊന്നും തുറന്നിടാതെയും ജനലൊന്നും തുറന്നിടാതെയൊക്കെയാണ് ഇരിക്കുന്നത്. ഭയമില്ലാതൊന്നും ഇല്ല, ഭയമൊക്കെ ഉണ്ട്. എന്നും ഞാനിവിടെ വന്ന് നോക്കും. മാക്സിമം നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എന്നും ഒന്നും പറ്റത്തില്ല. ഇത് ഇപ്പം ഞാൻ നട്ടതാണ്. നട്ടിട്ടൊന്നൊരു 6 മാസമായി കാണും. കണ്ട, എന്താണെന്നറിയത്തില്ല കൂട്ടുകാരെ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഒന്ന് കായായി പൂവായി കായായി പഴുത്തൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഇത് തിന്നുന്ന ഒന്നുമല്ല പ്രധാനം, നമ്മൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അയ്യോ, ഞാൻ നട്ട് നനച്ച ചെടിയിൽ പൂവും കായും ഒക്കെ ആയല്ലോ എന്നൊക്കെ ഉള്ളത്. ഇത് മാത്രമല്ല, എനിക്ക് കുറച്ചേ ഉള്ളൂ വസ്തു, പക്ഷേ അതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ കാണിക്കുക. അതുപോലെ എൻ്റെ മുന്തിരിയിൽ ഒരു 3-4 കൊല കായുണ്ട്. കഴിഞ്ഞ വർഷം 5-6 കൊല ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒരു 3-4 കൊല കായുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം
ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.